അൽഹംദുലില്ലാ ഇന്ന് ഖുതുബോദി ഇന്ന് ജുമ്മക്ക് ഖുതുബോദി വല്ലാത്ത സന്തോഷം. നമ്മളെ യാത്രയിൽ ആദ്യമായിട്ടാണ്. നമ്മൾ കേരളത്തിലൊക്കെ ഒരു വൈറലായ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. സെയ്ദ് മുനവ്വർ അലി ശിഹാബ് തങ്ങള് ഒരു പള്ളിയിൽ ബാങ്ക് കൊടുത്ത് അത് നമ്മൾ എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ നിറച്ചൊരു സംഭവമായിരുന്നു. ആ പള്ളിയിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് എവിടെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം നമ്മള് ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ പോരുകയാണ്. ഒരു വഴി അറിയാതെ ഏകദേശം 400 കിലോമീറ്റർ ഇങ്ങനെ ബൈക്കുമ്പിൽ ഇങ്ങനെ വരുമ്പോ തണുത്ത് വിറച്ചിങ്ങനെ വരുമ്പോ ഒരു പ്രതീക്ഷയായിട്ട് നമ്മളെ മുമ്പില് ഇത്ര നോക്കിയേ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ പേരിൽ എഴുതിയിട്ടുള്ള ഒരു സ്ഥാപനം അങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ര വലിയ സന്തോഷമാണ്. അൽഹംദുലില്ലാ ഇന്നലെ ഇവിടെ എത്തി. അങ്ങനെ ഇവിടുത്തെ ഉസ്താദുമാര് ചോദിക്കണേ, ഉസ്താദെ നിങ്ങൾ ഇന്ന് ഇവിടെ ജുമക്ക് ഖുതുബ ഓതുവാണ്. നമ്മള് ഇപ്പൊ 2-3 മാസമായല്ലോ ഖുതുബൊക്കെ എടുത്തു വെച്ചിട്ട്. അൽഹംദുലില്ലാ അങ്ങനെ ഖുതുബ ഓതി. നിങ്ങൾക്ക് ഏതാ അതിന്റെ സംഭവം പള്ളിന്റെ ഉള്ളിലൊക്കെ കണ്ടിരിക്കേണ്ടതാണ്. മാഷാ അല്ലാ വാല്യുബിൾ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാബിലെ ജലന്ധർ എന്ന് പറയുന്ന, നമ്മൾ കാശ്മീരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഏകദേശം ഡൽഹിയിൽ നിന്ന് ഒരു 400 കിലോമീറ്ററോളം അപ്പുറത്താണ് ഈ ലൗലി എന്ന് പറയുന്നതായ യൂണിവേഴ്സിറ്റി, ജലന്ധർ എന്ന ഈ പ്രദേശം. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഇങ്ങനൊരു കൾച്ചർ സെന്റർ പ്രവർത്തിക്കുന്നത്. മാഷാ അല്ലാ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഭയങ്കര സന്തോഷം. നമ്മൾ ഒന്ന് ഒറ്റപ്പെട്ട് കണ്ട് ഇങ്ങനെ യാത്ര അങ്ങ് ചെയ്യല്ലേ. അപ്പോൾ ഇതിൻ്റെ അടുക്ക് നമ്മൾ ശിഹാബ് തങ്ങളുടെ പേരിൽ നമ്മളെ അത്താണി ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ പേരിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഇതിനുള്ളിൽ നമുക്ക് ഖുതുബ നിർവഹിക്കാൻ പറ്റിയതിനെക്കാട് സന്തോഷം. ഇൻഷാ അല്ലാ ഖുതുബൊക്കെ കേൾക്കാം. ഓക്കെ, നമ്മുടെ രാജാവ് ഇവിടെ ഉണ്ട്. കേരള കാശ്മീര് മാഷാ അല്ലാ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ഓക്കെ, ഇന്നലെ കൊടുന്ന് നിർത്തിയതാണ്. ഇന്നലെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഏതായാലും അത്യാവശ്യം നല്ല ലൈബ്രറി കാര്യങ്ങളുണ്ട്. ഇതിനുള്ളിൽ പള്ളി ഉണ്ട്. അതുപോലെ തന്നെ പള്ളി ഇതിന്റെ അകത്താണ്. അതിന്റെ അതുപോലെ തന്നെ ഇതിന്റെ സൈഡുകളിൽ ഒരുപാട് റൂമുകളുണ്ട്. പിന്നെ നമുക്ക് ഉപകരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് വ്ളോഗർമാർക്ക്, ഇങ്ങനെ ട്രാവൽമാർക്ക് എന്ത് ചെയ്യണം, ഇത് പരിചയപ്പെടുത്തി കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പഞ്ചാബിൽ നിന്ന് വരുന്ന വഴിക്ക് നമുക്കൊരു വിശ്വസിച്ച് റൂം എടുക്കണമെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റുക എന്നുള്ള എനിക്ക് സൗകര്യം ഇതിന്റെ ഉള്ളിലുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ മാഷാ അല്ലാഹ് ഇവിടെ നല്ലൊരു ലിഫ്റ്റ് ഉണ്ട്. മുകളിലേക്ക് കയറാൻ ഇത് തോന്നുന്നത് ഏകദേശം 3 നില ഉണ്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര സന്തോഷം. ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് NKG എഴുതിയ വരികൾ, മായവില്ല മനുഷ്യരിൽ നിറഞ്ഞ ശോഭയെ സയ്യിദ് ശിഹാബ് തങ്ങൾ നിത്യശാന്തിയെ അഹ്ലു ബൈത്തിൻ പൊന്തരി അഹ്ലു ബലദിൻ പുഞ്ചിരി കരുണയാം മനസ്സിനുടമയാണു തിങ്കളെ. തോട്ടമുണ്ട് തീർപ്പുമുണ്ട് കോലമേതുമേ തുല്യമായി മൊഴിഞ്ഞിടുന്നു നീതി തങ്ങളെ. തങ്ങളടുത്ത് തോട്ടമുണ്ട്, എല്ലാത്തിനും തീർപ്പുമുണ്ട്. അദ്ദേഹത്തിന്റെ തലോടലുള്ള ഒരു പൂന്തോട്ടം തങ്ങളെടുത്തുണ്ട്. അതാണ് തോട്ടമുണ്ട്. ഏത് പ്രശ്ന പരിഹാരത്തിനും തീർപ്പുമുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ബഹുമാനപ്പെട്ടവരുടെ ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ യാത്രയിലും നമ്മുടെ എല്ലാത്തിനും അല്ലാഹു തആല ശരീരം ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പള്ളിന്റെ ഉള്ളിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ബാങ്ക് കൊടുത്ത ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഒരു പള്ളിയിലേക്ക് നമ്മൾ കടക്കാൻ പോകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ അല്ലാഹ് വളരെയധികം മനോഹരമായ ഒരു പള്ളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷം. കാരണം ഈ പഞ്ചാബിലാണ് ഇങ്ങനൊരു പള്ളി. ഇതെങ്ങനെ ഉണ്ടാക്കിയതൊക്കെ ഞാൻ ഇവിടുത്തെ ഉസ്താദന്മാരോട് ചോദിച്ചു നോക്കിയപ്പോൾ ഇവിടെ 2017 ഇതിന് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടെ 70,000 കുട്ടികൾ പഠിക്കുന്ന ലൗലി യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടുത്തെ കുട്ടികൾക്ക് നിസ്കരിക്കാൻ കേരളത്തിൽ നിന്നുള്ള 10,000-ഓളം മലയാളി കുട്ടികളുണ്ട്. അത് പ്രിയപ്പെട്ട കുട്ടികൾക്ക് നിസ്കരിക്കാൻ ഒരു സ്ഥലമില്ല. അതായത് വളരെയധികം വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്താണ് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് അന്നത്തെ പ്രിയപ്പെട്ടവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഉണ്ടാക്കി. ഇത് 2025 ഇതിന്റെ പണിയൊക്കെ പൂർത്തീകരിക്കുന്നത്. വിശാലമാണ് മാഷാ അല്ലാഹ്. ഇങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനൊരു പള്ളി കാണുമ്പോൾ എത്ര സന്തോഷമുണ്ട്. ഇതിന് ആരൊക്കെ ഇതിന്റെ വിയർപ്പുതുള്ളികളുണ്ടോ അവർക്കൊക്കെ എത്ര കൂലിയിട്ടുണ്ടാവും. ഇന്നലെ തന്നെ ഏകദേശം 500-ഓളം ആളുകൾ 2 നിലയിൽ നിസ്കാരം ഉണ്ടായിരുന്നു. ഖുതുബാണ് ഇന്നലെ ഇവിടെ നടന്നത്. അൽഹംദുലില്ലാ ഒരു ഖുതുബക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ നിസ്കാര സമയത്ത് തന്നെ 2 നിലകളാണ്. അതിൽ 500-ഓളം ആളുകൾ അൽഹംദുലില്ലാ നമ്മുടെ കൂട്ടത്തിൽ നിസ്കരിക്കാന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ചുറ്റുഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നിസ്കരിക്കുന്ന സ്ഥലം, ഇവിടെയാണ് ഖുതുബ ഓതുന്ന സ്ഥലം. അതുപോലെ തന്നെ പള്ളിയുടെ ക്ലോക്ക്, അതുപോലെ തന്നെ ഇതാ നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് അത് ചൂടുകാലത്താണെങ്കിൽ AC സൗകര്യം ഉണ്ട്. നല്ല തണുപ്പാണ്, ശക്തമായ തണുപ്പാണ്, താങ്ങാവുന്നതിലപ്പുറമുള്ള തണുപ്പാണ്. അപ്പൊ തന്നെ അതിനുള്ളിൽ കോട്ടൊക്കെ ഇട്ട് നിൽക്കണം ശരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ കണ്ടു. അൽഹംദുലില്ലാ. ഇനി ഇതിൽ ലൈബ്രറി ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ കിടക്കുന്ന റൂമുണ്ടല്ലോ,
എല്ലാവരും ചോദിക്കണത് നിങ്ങൾ കിടക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കണമെന്ന് കാണിക്കണില്ല, സാധാരണ കാണിക്കലുണ്ടല്ലോ, നിങ്ങളെന്താ കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ പള്ളിയുടെ സൈഡിൽ തന്നെ ഹോസ്റ്റൽ റൂമുണ്ട്, അതുപോലെ തന്നെ ഗസ്റ്റ് റൂമുണ്ട്, അതുപോലെ തന്നെ സാധാരണ നമുക്ക് കിടക്കാൻ പറ്റിയിട്ടുള്ള റൂമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ റൂമും കാര്യങ്ങളൊക്കെ കാണണ്ടേ, വരും നമ്മൾ കൊടുത്ത് തന്നെ വരിക. മാഷാ അല്ലാഹ് അത് ഒരു വിപ്ലവം തന്നെയാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് വലിയൊരു വിപ്ലവം തന്നെയാണ്. മാഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ലൈബ്രറിയാണ്. അതുപോലെ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർലി ശിഹാബ് തങ്ങളുടെ ആളും ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് ലൈബ്രറി കാണാം. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്, നീരിൻ വരകൾ തുള്ളിയായി നമ്മൾ കണ്ടത്, കടലുണ്ടിയിൽ പ്രവാഹമായി വന്നലിഞ്ഞത്, കനിവിന്റെ നൂറ കാണുമോ വരും സമാനില്, കഥനങ്ങൾ നീറി ഓർത്തിടുന്നു മുത്തു തങ്ങളെ. ബഹുമാനപ്പെട്ട ആറ്റപ്പൂവിന്റെ വിടവ് നമുക്ക് പലപ്പോഴും നമുക്ക് കാണപ്പെടുന്നുണ്ട്. അല്ലാഹു ബഹുമാനപ്പെട്ടവരുടെ ദർജ ഉയർത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ പേരുള്ള ലൈബ്രറിയാണ്. മാഷാ അല്ലാഹ് അത് വിശാലമായ ഒരു ലൈബ്രറി തന്നെ അവർ ഇവിടെ പണിതിട്ടുണ്ട്. ശബ്ദങ്ങളുടെ പേരിലുള്ള ഹാളും കൂടി ഒന്ന് കാണാം. ഇവിടെ ഉമ്മലി ശബ്ദങ്ങളുടെ പേരിലുള്ള കോൺഫറൻസ് ഹാളാണ്. അപ്പോൾ എന്തെങ്കിലും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ മാത്രമുണ്ട്. നമ്മളതിങ്ങനെ കാണിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒന്നും കാണിക്കാറൊന്നുമില്ല. പക്ഷെ ഇത് ഇവിടെ പഞ്ചാബിൽ നമ്മൾ ഒറ്റപ്പെട്ട സമയത്ത് നമുക്കൊരു തണലായി തോന്നിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നമുക്കൊരു പ്രതീക്ഷയാണ് യാത്രയിൽ സഞ്ചരിക്കുന്നവർക്ക്, ബുദ്ധിമുട്ടുന്നവർക്ക് പഞ്ചാബിലേക്ക് എത്തുമ്പോൾ ഇവിടെ ബന്ധപ്പെടുന്ന നമ്പറും ഞാൻ തരാം, ഇതിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവരുമായി ബന്ധപ്പെട്ടാൽ മതി. നമ്മുടെ പ്രിയപ്പെട്ട ആറ്റപ്പോയിന്റെയും അതുപോലെ തന്നെ ശാബുതങ്ങളും മക്കളല്ലേ, അപ്പോൾ ഒക്കെ നമുക്ക് വിശ്വസിച്ചിട്ട് തന്നെ എടുക്കാം. ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ എന്തുണ്ട്, നല്ല റൂമുകൾ 210 ഇങ്ങനെ ഓരോ ഗസ്റ്റ് റൂമുകളായിട്ട് ഇവിടെ 3 ഗസ്റ്റ് റൂമുകൾ ഉണ്ട്. ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 10ഓളം വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ പറ്റിയതായിട്ടുള്ള റൂമുകളും ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു റൂം നമുക്ക് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കട്ടെ. ഇവിടെ 214 212 മാഷാ അല്ലാഹ് നല്ല വ്യത്യസ്ത ആംബിയൻസ് തന്നെ ഉണ്ട് കേട്ടോ. നല്ല വിശാലമായ റൂമാണ്, AC കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ശബ്ദങ്ങള് പേരിലുള്ള ഈ കൾച്ചർ. ഇത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. ഇത് പരമാവധി വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ആളുകൾ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു ഉപകരിക്കട്ടെ. ഇത് പരമാവധി വീഡിയോ പ്രിയപ്പെട്ട നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ പേരിലുള്ള കൾച്ചർ സെന്റർ ആണ്. ഇങ്ങനെ ഒരു വിപ്ലവം പഞ്ചാബിൽ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വഴി പോകുന്നവർക്കൊക്കെ ഏത് നാനാജാതി മതസ്ഥർ ആര് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ സൗകര്യമുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുന്ന ആർക്കെങ്കിലും ഉപകരിക്കട്ടെ. ഇപ്പൊ നമ്മളിത് കണ്ടുകൊണ്ട് നമുക്ക് ഉപകാരപ്പെട്ട് എന്നുള്ളതാണല്ലോ. ഇപ്പൊ എനിക്കിത് കണ്ടപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയി തോന്നിയിട്ട് ഞാൻ ഇതിങ്ങനെ പറയണത്. ഓക്കെ, ഇതിങ്ങനെ വരുന്ന ആളുകൾക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയാം അതിന്റെ അവസ്ഥയും കാര്യങ്ങളും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇനി കാശ്മീരിലേക്ക് പോവുകയാണ്. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.